സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഡൽഹിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാ ഭത്ത ഉയർത്താൻ നീക്കം 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായി ഉയർത്താൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ ചെയ്തു. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിലാണ്. സർക്കാർ കണ്ടഭാവം നടിച്ചില്ല. ഇതിനിടയിൽ PSC ചെയർമാൻ അടക്കമുള്ളവരുടെ ശമ്പളത്തിൽ വൻ വർധനവാണ് ഇന്നലെ സർക്കാർ വരുത്തിയത്. ഇതിനു പിന്നാലെയാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാഭത്ത ഉയർത്തണമെന്ന ശുപാർശ പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയത്. നിലവിൽ 5 ലക്ഷം രൂപയാണ് യാത്രാഭത്തയായി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിവർഷം ചെലവാകുന്നത് 6,31,000 രൂപ എന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ചെലവാകുന്നതുകൊണ്ട് യാത്രാഭത്ത 11,31,000 ആക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിൽ നൽകിയിരിക്കുന്ന ശുപാർശ. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന? ഈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള തീരുമാനമാണോ എടുക്കുന്നത്? കെ.വി. തോമസിന്റെ ഓണറേറിയം, വിമാനയാത്ര, ഇന്ധനച്ചെലവ്, ജീവനക്കാർക്കുള്ള ശമ്പളം എന്നിവയ്ക്കായി 2024 ഒക്ടോബർ 10 വരെയുള്ള കണക്ക് പ്രകാരം 57,41,897 രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളത്തിലും കുത്തനെ വർധനവ് വരുത്തി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെ ശമ്പളം 1,20,000 നിന്ന് 1.5 ലക്ഷമാക്കി. സീനിയർ പ്ലീഡറുടേത് 1,10,000 നിന്ന് 1,40,000 ആക്കി. പ്ലീഡർമാർക്ക് 1 ലക്ഷത്തിൽ നിന്ന് 1,25,000 ആക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. ശമ്പളം കൂട്ടിയത് 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ്. മീഡിയ 1 തിരുവനന്തപുരം.